ഹായ് മക്കളെ, അമൃത മിസ് ആണ്. നിങ്ങൾ നോക്കി, നമ്മുടെ സ്കൂളിലെല്ലാം തന്നെ ഇപ്പം ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് പഠിക്കാം, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ടത്. ഒന്ന് ക്വിക്ക് ആയിട്ട് നോക്കിയാലോ. ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാം. ചോദ്യം ഇങ്ങനെയാണ്: 2+2+2+2 എത്രയാണ്? എന്തൊരു പൊട്ട ചോദ്യമാണല്ലേ, എന്തൊരു സിമ്പിൾ ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, മിസ്സേ ഇത് വളരെ സിമ്പിൾ ആയിട്ട് 8 എന്നാണ് ഇതിന്റെ ആൻസർ. ഓഫ് കോഴ്സ് 2+2 4, 4+2 6, 6+2 8 അല്ലേ? ഇത് ഇങ്ങനെയല്ലാതെ വേറൊരു രീതിയിലും കൂടെ നമുക്ക് ചെയ്യാം. ഇവിടെ എത്ര ടൂകളാണുള്ളത്, എത്ര രണ്ടുകളാണുള്ളത്? 1 2 3 4, 4 രണ്ടുകളാണുള്ളത് അല്ലേ? ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം, കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 4 രണ്ടുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞ് 4 × 2 നമുക്ക് ചെയ്യാം. എത്ര ഉത്തരം വരും? 8 തന്നെ ഉത്തരം വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. 2നെ 4 തവണ കൂട്ടുന്നതിന് പകരം 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 × 2 8 ആണ്. ക്ലിയർ? ഇതേ സാധനം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 1/2 + 1/2 + 1/2 + 1/2 1/2 അല്ലെ? 1/2. ഇതിനെ 4 തവണ കൂട്ടിയാൽ എന്ത് കിട്ടും? ഭിന്നസംഖ്യയാണ്, കൂട്ടലാണ്, കുറച്ച് ടാസ്ക് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 4 പ്രാവശ്യമാണ് നമ്മൾ ഇവിടെ 1/2നെ കൂട്ടുന്നത്. അതുകൊണ്ട് 4 × 1/2 ചെയ്താൽ മതി. ഇതിന്റെ ഉത്തരം എന്താണ് മിസ്സേ? ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. മുകളിലുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ ഗുണിച്ചാൽ മതി, താഴെയുള്ള ആൾക്കാരെ നിങ്ങൾ ഗുണിക്കേണ്ട അല്ലേ? നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണേ. അപ്പൊ 4 × 1 4 ആണ്. 4/2 അഥവാ 2 എന്ന് നിങ്ങൾക്ക് ഉത്തരം വരും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇവിടെ 4 അല്ലേ ഉള്ളത്, 4 × 1/2 ആണ് അല്ലേ? വെറുതെ നമ്മൾ 4 എന്ന് എഴുതിയാൽ അതിനർത്ഥം 4/1 എന്നാണ്. വെറുതെ നമ്മൾ 4 എന്ന് എഴുതിയാലും 5 എന്ന് എഴുതിയാലും 10 എന്ന് എഴുതിയാലും ഒക്കെ /1 അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ 2 ആൾക്കാരെ നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ എന്ത് വരും? 4/2 എന്ന് വരും, അഥവാ 2 എന്ന് ഉത്തരം വരും. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള വേറൊരു ചോദ്യം നമുക്ക് ചെയ്താലോ. 1/7 + 1/7 + 1/7 + 1/7 4 തവണ 1/7നെ കൂട്ടുന്നതിന് പകരം 4 × 1/7 നമ്മൾ ചെയ്താൽ മതി. പറഞ്ഞ പോലെ 4 എന്ന് നമ്മൾ എഴുതിയാൽ അതിനർത്ഥം 4/1 എന്നാണ്. മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 × 1 4 വരും, 1 × 7 7 വരും. 4/7 ആണ് ആൻസർ. വളരെ സിമ്പിൾ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു ചോദ്യമാണിത്. ഇവിടെയുള്ള ഒരു കട്ട, ഒരു ഇരുമ്പ് കട്ടയാണിത്, അയൺ ബ്ലോക്ക്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1/4 കിലോഗ്രാം ആണ്. ഈ ഒരൊറ്റ അയൺ കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് 1/4 കിലോഗ്രാം ആണ്. അങ്ങനെയുള്ള 15 കട്ടകളുടെ ആകെ ഭാരം എന്തായിരിക്കും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഓരോന്നിനും 1/4 ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ? ഓരോ കട്ടയുടെയും ഭാരം എന്ന് പറഞ്ഞാൽ 1/4 ആണ്. യെസ്, ഇതിന്റെ ഓരോ കട്ടയുടെയും ഭാരം 1/4 ആണ്. 1/4 1/4 1/4 1/4 ഓരോ കട്ടയ്ക്കും 1/4 കിലോഗ്രാം ആണ് ഉള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ ഭാരം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ 1/4 നമ്മൾ ഇടുന്ന് കൂട്ടണം അല്ലെ? 1/4 + 1/4 + 1/4 എന്ന് പറഞ്ഞ് എല്ലാ 1/4 നമ്മൾ ഇരുന്ന് കൂട്ടണം. അതായത് 15 തവണ കൂട്ടണം. വേണ്ട, 15 തവണ കൂട്ടണ്ട. പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 15 × 1/4 ചെയ്താൽ മതി. 15 എന്ന് പറഞ്ഞാൽ 15/1 അല്ലേ? അപ്പൊ ഇതിന് ഉത്തരം എന്ത് വരും? 15/4 കിലോഗ്രാം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് 15/4 കിലോഗ്രാം എന്ന് നമ്മൾ എവിടെയും പറയില്ല. പറയോ നമ്മള്? ഇല്ല. 15/4നെ കാണാൻ അത്ര മൊഞ്ചില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 15/4നെ സാധാരണ നമ്മൾ പറയുന്ന രൂപത്തിലേക്ക് മാറ്റണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇത്രയേ ഉള്ളൂ. ഈ 15/4ന് 15ന് കുറച്ച് കനം കൂടുതലാണ് അല്ലെ? മുകളിലെ നമ്പറിന് കുറച്ച് കനം കൂടുതലാണ്. അപ്പൊ നമ്മൾ ആ കനം കുറയ്ക്കാനായിട്ട് 15 × 4 എന്ന് എഴുതണം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15നെ 4 കൊണ്ട് ഹരിക്കുക. 15/4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഏട്ടാ എനിക്ക് 15/4 കട്ടകൾ എന്ന് പറയുമോ? ഇല്ല. അപ്പൊ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റം.
അപ്പൊ 15 ഹരിക്കണം 4, 3 പ്രാവശ്യം അല്ലേ? 3 × 4 12. ബാക്കി എത്ര വരും? 3 എന്ന് വരും. അപ്പൊ ഇതിനെ സാധാരണ ഭിന്നത്തിലെ ആക്കുമ്പോൾ ആദ്യം കോഷ്യൻ മുകളിലുള്ള ആളെ എഴുതണം 3, പിന്നെ താഴെയുള്ള ആളെ എഴുതണം 3, പിന്നെ 4 കിലോഗ്രാം. അപ്പൊ എന്ത് പറയാം? 3.25 കിലോഗ്രാം. 3/4 കിലോഗ്രാം. അപ്പൊ എന്ത് പഠിച്ചു? ഒരു കട്ടയുടെ ഭാരം 1/4 ആണെങ്കിൽ അങ്ങനത്തെ 15 കട്ടകൾ എന്ന് പറഞ്ഞാൽ 15 × 1/4 ആണ്. ഈ 15/4 എന്ന് നമ്മൾ പറയാറില്ലാത്തത് കൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു? 15നെ 4 കൊണ്ട് ഹരിച്ചിട്ട് 3/4 കിലോഗ്രാം, 3.25 കിലോഗ്രാം കട്ട എന്ന് പറയുന്നതിന് തെറ്റില്ല. നമ്മൾ പറയുന്ന ഒരു സാധനമാണ് അല്ലേ? അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ എപ്പോഴും ആലോചിക്കുക, തലക്കനം കൂടിയ ആൾക്കാർ, അതായത് മുകളിലുള്ള നമ്പർ കുറച്ച് വലുതാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതേപോലെ അതിനെ ചെറുതാക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ 2 ഭിന്നസംഖ്യകൾ ഗുണിക്കാനും പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ ഇതേപോലെ അടിപൊളിയായിട്ട് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റാക്കി പഠിപ്പിച്ചു തരാൻ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് ഉണ്ട്. അപ്പൊ ഇപ്പൊ മൺസൂൺ ഓഫർ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മുതലേ പഠിച്ച് ഓണം എക്സാം തകർത്ത് എഴുതാനുള്ളതാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു ക്യാനിൽ 5 ലിറ്റർ മിൽക്ക് ഉണ്ട് അല്ലേ? ഈ മിൽക്ക് എന്ത് ചെയ്യുവാണ്? 6 ബോട്ടിൽസിലേക്ക് ഈക്വലി ഫില്ല് ചെയ്യുവാണ്. അപ്പൊ ഓരോ ബോട്ടിലും എത്ര ലിറ്റർ പാലുണ്ടാകും? ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 5 ലിറ്റർ പാല് അല്ലേ? 5 ലിറ്റർ പാല് ഓരോ കുപ്പിയിലേക്കും നിറയ്ക്കുവാണ് അല്ലേ? അതായത് ഈ 5 ലിറ്റർ പാലിനെ 6 തുല്യ കഷ്ണങ്ങളാക്കി മുറിക്കുവാണ്. ഓരോ കുപ്പിയിലേക്കും എന്ന് പറയുമ്പോൾ 6 തുല്യമാക്കി മുറിച്ചിട്ട് ഓരോന്നിൽ കൊടുക്കുവാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓരോന്നിലും എത്ര ലിറ്റർ പാലുണ്ടാവും? 5 ലിറ്ററിന്റെ 6 പോർഷൻ, 5/6 ലിറ്റേഴ്സ്. ഓരോ കുപ്പിയിലും 5/6 ലിറ്റർ ഉണ്ടാവും. ഈ 5 എവിടെ നിന്ന് വന്നു? ടോട്ടൽ മിൽക്ക്. 6 എവിടെ നിന്ന് വന്നു? എത്ര കുപ്പികൾ? അപ്പൊ 5/6 ലിറ്റർ. ഓരോ കുപ്പിയിലും 5/6 ലിറ്റർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കുഞ്ഞു ചോദ്യം തരുവാണ്. ഇങ്ങനെയുള്ള 3 കുപ്പികളിൽ ഒരുമിച്ച് എത്ര പാലുണ്ടാകും? ഒരു കുപ്പിയിൽ 5/6 ആണ്, ആലോചിക്കുക. ഒരു കുപ്പിയിൽ 5/6 ലിറ്റർ ആണ് ഓരോന്നിലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറഞ്ഞാൽ 5/6 + 5/6 + 5/6. എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ഉത്തരം എത്രയായാലും നിങ്ങൾ എന്ത് ചെയ്യുക? താഴത്ത് കമന്റ് ആയിട്ട് പറയാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. നാളെ കൃത്യം 7 മണിക്ക് ലൈവ് ഉണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇതേപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് വേഗം ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചും ഇപ്പോ ഓഫറിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഫറാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലും എല്ലാവരും ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ബൈ.